നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്നോട് ഇത് പറയാൻ നിനക്ക് നാണമുണ്ടോ? നീ ആരാന്നൊന്നും എനിക്കറിയില്ല. ദേ, എന്റെ മകളുടെ താലികെട്ട് നടക്കുന്ന ഇതേ വേദിയിലേക്ക് ഒരു പെണ്ണിനെയും എഴുന്നള്ളിച്ചോണ്ട് വരാൻ നീയും ഉണ്ടായിരുന്നില്ലേ? നിന്റെ ഈ ധാർമ്മിക രോഷം അന്ന് എവിടെ പോയി? എന്റെ മകളുടെ കല്യാണം മുടക്കാനല്ലേ നീ അന്ന് വന്നത്? അല്ലേന്ന്? ആ കല്യാണം സഞ്ജു ഇഷ്ടപ്പെട്ടതല്ല. ഈ കല്യാണം ഞാനും ഇഷ്ടപ്പെടുന്നില്ല. അന്ന് നീ വന്ന സ്ഥാനത്ത് തന്നെയാ ഞാനും നിൽക്കുന്നത്. മംഗലശ്ശേരിക്കാർ വാക്കു പറഞ്ഞ് നടത്തിയ വിവാഹമായിരുന്നു അത്. അവരയച്ച ദിവസക്കുറി വരെ എന്റെ കയ്യിലുണ്ട്. വിവാഹത്തിന് താല്പര്യമില്ലെങ്കിൽ അത് പറയാനുള്ള തന്റെ ഇടം ഇവൻ എന്താ ഇല്ലാതെ പോയത്? സഞ്ജു, എന്നെയും എന്റെ മോളെയും ചതിച്ച് നാണം കെടുത്താനായിരുന്നില്ലേ ഇവനും നീയും ഒക്കെ പ്ലാൻ ചെയ്തത്? ഞാൻ നിയമത്തിന്റെ വഴിക്ക് പോകാതിരുന്നത് എനിക്കും ഒരു ദിവസം വരുമെന്ന് കരുതിയ. തന്റെ ഇടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവനെ കൊണ്ട് അവളുടെ കഴുത്തിൽ താലി കെട്ടിക്ക്. ഒരു ബുള്ളറ്റിൽ ദക്ഷ ഇവന്റെ തലച്ചോറ് തെറിപ്പിക്കും. അങ്ങളെ, പോലീസിനെ വിളിക്ക്. വിളിക്കടാ. പുറപ്പെടുമ്പോൾ കൈവിലങ്ങ് കൂടി കരുതാൻ പോലീസിനോട് പറഞ്ഞേക്ക്. ഈ കതിർമണ്ഡപത്തിൽ നിന്നും കൈവിലങ്ങ് വെച്ച് തന്നെ കൊണ്ടുപോണം. അത് ദക്ഷയുടെ കൈകളിലായിരിക്കില്ല, കല്യാണ പയ്യന്റെ കൈകളിലായിരിക്കും. ഒന്നും കരുതാതെയല്ല ദക്ഷ ഈ കളിക്കിറങ്ങിയത്. നിങ്ങളിൽ ഒന്നിനെ പോലും കൊന്നുകളയാതെ ബാക്കി വെച്ചതും ഇങ്ങനൊരു സമയത്തിന് വേണ്ടിയാ. സഞ്ജുവിനെ നീ എന്ത് ചെയ്യുന്നടി പറയുന്നേ? അമ്മു എന്ന പേരിൽ അറിയപ്പെടുന്ന ലക്ഷ്മി, മംഗലശ്ശേരിക്കാരുടെ കാവൽ മാലാഖ. നീ ഈ സമയം എന്റെ മുന്നിൽ വരുമെന്ന് എനിക്കറിയായിരുന്നടി. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? ഈ വിവാഹ മണ്ഡപത്തിൽ വെച്ച് നിങ്ങളുടെ മകളുടെ വിവാഹം നടത്താൻ പറ്റില്ലെന്ന് നിങ്ങൾക്കറിയാം. പകരം വേണ്ടത് എന്താന്ന് ചോദിക്ക. എനിക്ക് വേണ്ടത് ദേ ഇവന്റെ ജീവനാ. എന്താ, നീ തരുവോ? ഇവന്റെ ജീവന്റെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ അർഹതയുള്ളവൾ നീ തന്നെയാ. പകരം ഞാൻ നിങ്ങൾക്ക് മറ്റൊരു ജീവൻ തന്നാലോ? ദക്ഷയെ ഭീഷണിപ്പെടുത്തുന്നോടി നീ? നമ്പീശ, മോനെ മോനെ, അയ്യോ വരുമ. അമ്മ, വെടിവെക്ക്. ആദ്യത്തെ ബുള്ളറ്റ് പാഞ്ഞു കയറേണ്ടത് പെറ്റമ്മയുടെ നെഞ്ചത്തേക്കാ.
മുത്തശ്ശിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇവിടെ ഏതാ മോളെ? ഇവളെന്തിനാ എന്റെ കൊച്ചുമോളെ കൊല്ലാൻ വന്നത്? അമ്മേ, അമ്മയോ? കൊല്ലുന്നെങ്കിൽ നീ എന്നെ കൊല്ല്, എന്നിട്ട് മതി എന്റെ കുഞ്ഞിനെ കൊല്ലാൻ. ഭ്രാന്തിയായി ജീവിച്ച് ജന്മം തീർക്കേണ്ട എനിക്ക് പുനർജന്മം തന്നത് എന്റെ ഈ മോള. മംഗലശ്ശേരിക്കാർക്ക് മാത്രമല്ല ലച്ചു കാവൽമാലാഖ. ഇവളെ ദ്രോഹിക്കുന്ന ശത്രുക്കൾക്കും ഇവൾ കാവൽമാലാഖ തന്നെയാ. അത്രയൊന്നും വേണ്ട ഡോക്ടറെ. മുത്തശ്ശി ആദ്യമായി വിളിച്ച പേര് ഒന്നുകൂടി ഓർത്തു വിളിക്കോ? വിളിക്കു മുത്തശ്ശി, മോളെ. വിളിക്ക്, ഞാനൊന്ന് കേൾക്കട്ടെ. ഗൗരി നന്ദനെ. അമ്മേ, ഞാനമ്മേ, ഗൗരി അമ്മേ. ഞാൻ നീ ഗൗരിയാണോ? അതെ അമ്മ. അമ്മയെ തേടി ഞാൻ അലയാത്ത സ്ഥലങ്ങളില്ല. മോളെ ഗൗരി, നമുക്ക് പോവാമേ. മുത്തശ്ശി ചെല്ല്. മുത്തശ്ശിയുടെ മോളല്ലേ വിളിക്കുന്നേ? ഇനി മുത്തശ്ശി ആരും ഇല്ലാത്തവളല്ല. മുത്തശ്ശിക്ക് മോനും മോളും കൊച്ചുമോളും ഒക്കെയുണ്ട്. മോൾ എന്നെ കാണാൻ വരില്ലേ? മുത്തശ്ശിക്ക് എന്നെ കാണാൻ തോന്നുമ്പോ ഞാൻ വരാം. നിന്നോടുള്ള പകയും ദേഷ്യവും കൊണ്ട് മനസ്സ് പിടയുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു. ഇതൊരു ഭംഗിവാക്കല്ല. എന്നെ പോലെ തന്നെ നീയും തിരസ്കരിക്കപ്പെട്ടു പോയ പെണ്ണായതുകൊണ്ടാവും. അമ്മ വാമേ. മല പോലെ വന്നത് എലി പോലെ പോയി. അമ്മയെ കണ്ടപ്പോൾ അവൾ തോറ്റു മടങ്ങി. നിന്നെ ഞാൻ വിടില്ല ദക്ഷേ. മംഗലശ്ശേരി വെണ്ണീറാക്കാനുള്ള തീപ്പന്തം നിന്റെ കയ്യിൽ ഞാൻ തന്നെ വെച്ചു തരും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.